വൺ പോലെ ആയില്ല, പോരാ, ഒട്ടും പോരാ. കോൺസറിങ് വൺ പോലെ അത്രയൊന്നും ആയില്ല, പ്രതീക്ഷിച്ച അത്രയും ആയില്ല. വളരെ കുറവായിരുന്നു, എല്ലാം എക്സ്പെക്റ്റഡ് ആയിരുന്നു, അത്ര പേടി ഫീൽ ചെയ്തില്ല. കുഴപ്പമില്ല, കണ്ടിരിക്കാന്നേ ഉള്ളൂ, ജസ്റ്റ് ഒരു നോർമൽ കണ്ടിരിക്കാത്രേ ഉള്ളൂ, വേറെ ഒട്ടും പോരാ. കുഴപ്പമില്ല ബ്രോ, കണ്ടിരിക്കാം. ലാസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞ എൻഡല്ലേ, അപ്പം എൻഡ് തീർത്തത് അത്ര എഫക്റ്റ് ഒന്നും ഉണ്ടായില്ല, ജസ്റ്റ് ഓൺ ടൈം വാച്ചിൻ്റെ അത്രയൊന്നും അല്ല. അത്രേ കൊള്ളത്തില്ല, ബാക്ക് സ്റ്റോറി ഇല്ല, പ്രഡിക്റ്റബിൾ ജംപ് സ്കെയർ, പുള്ളിക്കാരൻ സിനിമ എടുക്കാൻ മറന്നു തോന്നുന്നു. ഒന്നുമില്ല കാണണ്ട, ഒന്നും മുതലായില്ല, ഭയങ്കര പ്രഡിക്റ്റബിൾ, മോശം, സത്യം. ഫസ്റ്റ് തന്നെ നല്ലത്, അത് തന്നെ ഊരി, വേറൊന്നും പ്രഡിക്റ്റ് ചെയ്ത അത്ര കിട്ടി, ഓക്കെയാണ്. ഫസ്റ്റ് വെച്ച് സത്യം പറഞ്ഞാൽ എന്താ പറയുക, പടം ഭയങ്കര പേടിപ്പിക്കലായിട്ടുണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഫസ്റ്റ് ഹാഫ് അത്രേ തോന്നില്ല, സെക്കൻഡ് ഹാഫ് ബെറ്ററാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ അടിപൊളിയായിട്ട് തോന്നുന്നു. അല്ല കൊള്ളാം, പേടിക്കാനൊക്കെ ഉണ്ട്, അത്രയ്ക്ക് ഇല്ല. നല്ല മൂവിയാണ്, ഇഷ്ടപ്പെട്ടു. റിലേറ്റീവ്ലി പഴയത് വെച്ചിട്ട് ഈ ഫ്രാഞ്ചൈസിയിൽ ഏറ്റവും നല്ല മൂവിയാണ് എനിക്ക് തോന്നി. ഫസ്റ്റൊക്കെ പണ്ട് കണ്ടത് അതത്ര ഓർമ്മയില്ല, പക്ഷേ ഈ ഇടയ്ക്കിറങ്ങിയ മൂവീസൊക്കെ വെച്ച് അത്യാവശ്യം നല്ലതാണ്. പേടിക്കാൻ ആവശ്യത്തിനുണ്ട്, പേടിയുള്ളവർക്ക് പേടിക്കാം. നല്ലതാണ്, ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ കുറച്ച് വീക്കായിരുന്നു എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഞാൻ കോൺസറിങ്ങിൻ്റെ എല്ലാ സിനിമയും കണ്ടിടും, അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വീക്ക് സിനിമകളൊന്നായിരിക്കും. കാരണം പ്രത്യേകിച്ച് വലിയ പേടിക്കാനായിട്ടൊന്നുമില്ല. മാത്രമല്ല സൈഡ് പ്ലോട്ട്, അതായത് ആവശ്യമില്ലാത്ത ഹ്യൂമറുണ്ട്. പിന്നെ എന്താ പറയുക, ആ ഒരു ഫീൽ കിട്ടില്ല മുമ്പത്തെ കോൺസറിങ്. ഡെവിൽ മേഡ് മീ ഡു ഇറ്റിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. ഞാൻ കുറേ എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കും, അത്ര എത്തിയില്ല, അത്രേ ഉള്ളൂ. ഫസ്റ്റാണ് വേ ബെറ്റർ ഫസ്റ്റാണ്, അത്രേ ഉള്ളൂ. നമ്മുടെ പഴയ സീരീസിനെയൊക്കെ അപേക്ഷിച്ച് ഹൈപ്പ് കുറവാണ്. പേടിക്കാനുള്ളതുണ്ടോ? ഇല്ല, പഴയതിനെ അപേക്ഷിച്ച് ശരിക്കും പേടിക്കാനൊന്നുമില്ല എന്ന് തന്നെ പറയാം. ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഫസ്റ്റ് പാർട്സ് തന്നെയാണ് ബെറ്റർ. ആവറേജ് അത്രേ പറയാനുള്ളൂ. ഈ ഒരു ഫ്രാഞ്ചൈസി സ്ഥിരം കാണുന്നവരങ്ങനെ ഭയങ്കരമായിട്ട് പേടിക്കാനുള്ള സാധ്യതകളൊന്നുമില്ല. പ്ലോട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്ഥിരം പ്ലോട്ട് തന്നെയാണ്. ഹോണ്ടഡ് ഹൗസ്, അവിടുത്തെ ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം. പിന്നെ ഇതുവരെ ഈ ഒരു ഫ്രാഞ്ചൈസ് കണ്ടിട്ടില്ലാത്തവർ ചിലപ്പോൾ പേടിക്കും. അപ്പോൾ അല്ലാതെ ബാക്കി ഇതിൻ്റെ മുന്നത്തെ പാർട്ടെല്ലാം കണ്ടിട്ടുള്ളവർ, ഇപ്പോൾ തിയേറ്റർ ആയാലും OTT ആയാലും സ്ഥിരം കണ്ടിട്ടുള്ളവർക്ക് അങ്ങനെ പേടിക്കുന്ന സംഭവങ്ങൾ വളരെ കുറവാണ്. ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ഫീൽ, അത്രേ പറയാനുള്ളൂ, അല്ലാതെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും പറയാനില്ല. പിന്നെ ക്ലൈമാക്സ് പടം എൻഡിങ് സമയത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കാരണം അവസാന നിമിഷങ്ങളിൽ ഈ ഒരു ഒറിജിനൽ ഇൻസിഡൻസും കാര്യങ്ങളും ഈ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നുള്ള സംഭവങ്ങളൊക്കെ കാണിക്കും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാണേണ്ട കാര്യമുണ്ട്. ഓവറോൾ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് നിരാശയുണ്ട്. കാരണം എന്താണെന്നറിയോ, ഓവർ ഒരു എക്സ്പെക്റ്റേഷൻ നമ്മൾ വെച്ചിരുന്ന നമ്മൾ ചിലപ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആവും. അതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര സംഭവം എന്ന് പറയാനില്ല. പിന്നെ ഈ ഒരു ഫ്രാഞ്ചൈസ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഓവറായിട്ട് ഞാൻ പേടിച്ചിട്ടുമില്ല. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഈ ഒരു പടത്തിൻ്റെ ഇനി മുന്നത്തെ ഭാഗങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത ഒരാളാണ് നിങ്ങൾ കയറി കണ്ടു കഴിഞ്ഞാൽ പേടിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പേടിക്കാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ എവിടെയൊക്കെയോ കുറച്ചൊരു ഇമ്പാക്റ്റ് വരുന്നുണ്ട്. ടോട്ടലി ആവറേജ് ഒരു പടം, അത്രേ ഉള്ളൂ. എനിക്ക് തെറ്റിപ്പോയി പടം, കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ ഫാമിലി പടം ഉണ്ടാക്കി വെച്ചേക്കുന്നമാതിരി. ഫസ്റ്റ് ഹാഫ് പിന്നെയും കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ഇടിച്ചു താന്നു, മൊത്തത്തിൽ പോയി. പൈസ വേറെ വേസ്റ്റ്, കൺഫേം വേസ്റ്റ്. രാവിലെ ഉറങ്ങണം നിന്ന് വേസ്റ്റ്, എല്ലാം വേസ്റ്റ്. ഒന്നുമില്ല, പേടിക്കാൻ കണക്കും അങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കാം. ചെറുതായിട്ട് 18+ എന്ന് പറയാം, റേറ്റഡ് ഒന്നും പറയാനില്ല. ഇതിനേക്കാളും ഭേദം വേറെ സിനിമകളുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് വെച്ച് നോക്കുമ്പോൾ ഒരു അംശം കൂടെ ഇല്ല. വന്നത് വെറുതെ രാവിലെ വെറുതെ വന്ന്. Was okay. The story was not that good. 3 out of 5 stars. It was nice. Like as per the ending, it's nice. No, it is not as horror as like Conjuring 1st or 2 or 3, but yeah, it is nice. If the ending we expected from the Conjuring, it was okay. It was a nice movie. I enjoyed it, and it is actually one of the good movies. I expected to get scared and have some jump scares, and it was there.